ഇവിടെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ആഡ് അക്കൗണ്ടിൽ അൺയൂഷ്വൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നടക്കുന്ന സമയത്ത് അത് ചിലപ്പോൾ ഫ്ലാഗ് ചെയ്യപ്പെടാനോ അല്ലെങ്കിൽ അക്കൗണ്ട് ബ്ലോക്ക് ആയി പോകാനോ ഉള്ള സാധ്യതയുണ്ടാവും. വെറും ലീഡ് എടുക്കാൻ വേണ്ടി മാത്രം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസീനെ സമീപിക്കേണ്ടതുണ്ടോ? പല ബിസിനസ് ഓണേഴ്സും അവർക്ക് വേണ്ടുന്ന ലീഡും ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ മെറ്റ ആഡ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ശ്രമിക്കുന്നുണ്ട്. ബിസിനസ് ഓണർ സ്വന്തമായിട്ട് ആഡ് റൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ മെറ്റ റെക്കമെൻഡ് ചെയ്യുന്ന ഇമേജ് സൈസുകളുണ്ട്. ഒറ്റ ഒരു പോസ്റ്റർ മാത്രമാണ് വെച്ചിട്ട് ബൂസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് ആ പ്ലേസ്മെന്റിലേക്ക് പോകുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ ഇമേജിന്റെ പകുതി കട്ടായിട്ടോ അല്ലെങ്കിൽ കോണ്ടന്റ് കറക്റ്റായിട്ട് കാണാത്ത രീതിയിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണെന്നും അതിൽ ഏതൊക്കെ ഏജ് കാറ്റഗറി ഉണ്ടെന്നും പെയിൻ പോയിന്റ് എന്തൊക്കെയാണെന്നും അവർക്ക് വേണ്ടുന്ന ക്രിയേറ്റീവ് ഉണ്ടാക്കിയിട്ട് ആ ക്രിയേറ്റീവ് കാണുമ്പോഴാണ് നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ലീഡ് വരിക. അപ്പോൾ ഇവിടെ പല ബിസിനസ് ഓണേഴ്സ് ക്യാൻവയിൽ എവിടെന്നെങ്കിലും ഒരെണ്ണം ഉണ്ടാക്കും, എന്നിട്ട് അത് ചുമ്മാ നമ്മൾ 300 രൂപ 400 രൂപ ബൂസ്റ്റ് ചെയ്തിട്ടാണ് ലീഡ് എടുക്കുക. പെർഫോമൻസ് മാർക്കറ്റിംഗ് ഒക്കെ പഠിച്ച് വരുന്നവർക്ക് തന്നെ ഇത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു പ്രശ്നത്തിന്റെ നടുവിൽ നിൽക്കുമ്പോഴാണ് ഇത് സ്വന്തമായിട്ട് ആളുകൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ഇത്രയും നാൾ ക്രിയേറ്റ് ചെയ്ത് വന്ന ഒരു 10K 20K ഒക്കെ ഫോളോവേഴ്സുള്ള പേജൊക്കെ ചിലപ്പോൾ ബ്ലോക്കായി പോവുകയും ചിലപ്പോൾ അതിനകത്ത് ആഡ് റൺ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ പോകുന്ന സെനാറിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.